ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും സർവശക്തനായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ദൈവം നമ്മളെ ശക്തീകരിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വളരെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ നമ്മളെല്ലാവരും നമ്മൾ അനുഭവിച്ചു. ആമേൻ. അനുഭവിച്ച ഒരു കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആ പാട്ട് പാടിയപ്പോൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ അതേ വരികളാണ് എൻ്റെ ഹൃദയത്തെ തൊട്ടത്. ഹല്ലേലൂയ. ഇങ്ങനെയാണ്: നിന്ദിത പാത്രമായി പോകുവാൻ നമ്മെ അവൻ ആരെയില്ല, നായകൻ കൈവിടുമോ? ആമേൻ. നമ്മുടെ ദൈവം നമ്മളെ കൈവിടത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു വാക്കാണിത്. ലോകം നമ്മളെ കൈവിട്ടാലും ആര് നമ്മളെ കൈവിട്ടാലും നമ്മുടെ നായകൻ നമ്മളെ കൈവിടത്തില്ല. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് നിന്ദിത പാത്രമായി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. ചിലർ ചിന്തിക്കുന്നുണ്ട്, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി, ഞാൻ നിൻ്റെ സാക്ഷ്യം വഹിച്ചതുകൊണ്ട് ഞാൻ നിന്ദിതനായി തീരുമെന്ന്. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെ വിളിച്ച നിൻ്റെ നായകൻ നിൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് താഴെ പറയുകയാണ്, എഴുന്നേറ്റ് നാം പണിതിടുക. ആമേൻ. അപ്പോൾ ദേവദാസൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾക്ക് എന്ത് ചെയ്യണം? എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട്. ഒരു മൂമെൻറ്റ് കൊണ്ടാണ്, ഒരു സെക്കൻഡ് കൊണ്ടാണ് ഹല്ലേലൂയ നെഹമ്യാവ് എഴുന്നേറ്റത്. ആ ഒരു റെക്കമെൻഡേഷനും ഇല്ലായിരുന്നു. തൻ്റെ ജനത്തിൻ്റെ അവസ്ഥയെന്ന് തൻ്റെ കാതുകളിൽ കേട്ടുടനെ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റു. ഹല്ലേലൂയ. പണിയുവാൻ വേണ്ടി ഒരു കൂട്ടത്തെ തയ്യാറാക്കി. ഹല്ലേലൂയ. ദേവദാസൻ പറഞ്ഞതുപോലെ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്ന ആരെങ്കിലും ഓൺലൈനിലൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, നീ എഴുന്നേറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിലെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പറയുകയാണ്, ഹല്ലേലൂയ, ഒരു വലിയ ആരവത്തിൻ്റെ സൗണ്ട് ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല. ഞങ്ങളുടെ കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഹല്ലേലൂയ. നമ്മൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എൻ്റെ വാക്ക് കേൾക്കുന്ന നിങ്ങൾ എത്ര പേര് ഹല്ലേലൂയ എഴുന്നേൽക്കാൻ തയ്യാറാണ്? ദേവദാസൻ ഒരു കാര്യം എടുത്തു പറഞ്ഞത് എന്നെ ചിന്തിപ്പിച്ചു. എഴുന്നേൽക്കേണ്ടത് നമ്മളാണ്. ദൈവം വന്ന് നമ്മുടെ കരം പിടിച്ചൊന്നും എഴുന്നേൽപ്പിക്കത്തില്ല. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ഓരോ വ്യക്തിയും തൻ്റെ കഷ്ടത വഹിച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പോയത്. അവരുടെ ഭവനത്തിലേക്ക് ദൈവം ചെന്നില്ലെങ്കിലും ആരുമനാഥൻ്റെ വാക്കുകൾ കേട്ട് മനസ്സിൽ വിശ്വസിച്ച് അവൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു പോയവരെ എന്ത് ചെയ്തു? ദൈവം വിടുവിച്ച്. ഹല്ലേലൂയ. അപ്പോൾ എഴുന്നേൽക്കുകയെങ്കിൽ എന്ത് ചെയ്യും? ദൈവപ്രവൃത്തി നമ്മൾ കാണും. നെഹമ്യാവ് എഴുന്നേറ്റത് കൊണ്ടാണ് ദൈവപ്രവൃത്തി കണ്ടത്. ആമേൻ. നമ്മൾ സുഖമായിട്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ദൈവപ്രവൃത്തി കാണുവാൻ കഴിയത്തില്ല. വില കൊടുത്തെങ്കിലേ മതിയാവൂ. ഹല്ലേലൂയ. വില കൊടുക്കുവാൻ ആര് തയ്യാറാകുന്നു അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ. ആമേൻ. ഇന്നത്തെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ വചനത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സസ് 7 through 12. ആമേൻ. നമുക്ക് വളരെ സമയം കുറവായതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കമായിട്ട് ഈ വചനം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, യാക്കോബിൻ്റെ ലേഖനത്തിന് വളരെ പ്രത്യേകതയുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിലെല്ലാം അതിൽ പറഞ്ഞിരിക്കുന്ന ഈ 5 അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിൽ അധികവും ദൈവം യാക്കോബ് പറയുന്നത് കൽപ്പനകളായിട്ടാണ്. നമ്മുടെ പ്രാക്ടിക്കൽ, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെയാണ് യാക്കോബ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ അതിൻ്റെ അവസാന അധ്യായമായ 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മളെ യാക്കോബ് പഠിപ്പിക്കുന്നത് സഹിഷ്ണുതയ്ക്ക് വേണ്ടിയുള്ള പ്രബോധനങ്ങളാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്? സഹിഷ്ണുതയാണ്. നമുക്ക് സഹിഷ്ണുതയില്ല. നമ്മൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. നമ്മൾക്ക് സഹിഷ്ണുത ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യാക്കോബിൻ്റെ ലേഖനം ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത്? ചിതറിപ്പോയ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി. ഈ 12 ഗോത്രങ്ങളും ഹല്ലേലൂയ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി അവർ പല സ്ഥലങ്ങളിൽ ചിതറിപ്പോയി. അവർ ചിതറിപ്പോകാനുള്ള കാരണം എന്താണ്? പെർസിക്യൂഷനാണ്.
ദൈവത്തിൻ്റെ നാമത്തിനെതിരെ ജനം എഴുന്നേറ്റു, അല്ലെങ്കിൽ പരീശന്മാർ അവരെ അടിച്ചു, അവരെ പീഡനത്തിലൂടെ കടന്നുപോയവർ എന്ത് ചെയ്തു? അവർ പല സ്ഥലങ്ങളിൽ ചിതറിപ്പോയി. അപ്പോൾ ആ ചിതറിപ്പോയവരോട് ഇവിടെ യാക്കോബ് പറയുകയാണ്, എന്നാൽ അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നുള്ള, നമ്മൾ ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. കാരണം എന്ന് പറഞ്ഞാൽ പീഡിത വിശ്വാസികൾക്ക് നേരെ തൻ്റെ മുഖം തിരിച്ചുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും നമ്മൾക്ക് ദീർഘക്ഷമയുണ്ട്, പക്ഷേ ആ ക്ഷമ ഒരു ക്ഷണനേരത്തേക്ക് മാത്രമാണ്. എന്നാൽ ഇവിടെ യാക്കോബ് പറയുന്നത് എന്താണ്? ദീർഘക്ഷമ നിങ്ങൾക്ക് എപ്പം വേണം? കർത്താവിൻ്റെ പ്രത്യക്ഷ വരെ. ആമേൻ. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. നമുക്ക് ദൈവം തരുന്ന ജീവിതകാലം മൊത്തവും നമ്മൾ ദീർഘക്ഷമയോടെ ആയിരുന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ പറ്റൂ. ഇന്ന് പലരും ചിലപ്പോൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, വി ആർ അണ്ടർ ദ പീരീഡ് ഓഫ് ഗ്രേസ്. നമ്മൾ ഗ്രേസ് പീരീഡിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ, നിങ്ങൾ ഓൾറെഡി രക്ഷിക്കപ്പെട്ടവരാണ്, നിങ്ങൾ വിടുവിക്കപ്പെട്ടവരാണ്. എന്നാൽ ഇവിടെ യാക്കോബ് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? ദീർഘക്ഷമയുള്ളവരായിരിക്കണം. ആമേൻ. അവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്? ഒരു കൃഷിക്കാരനെ പറ്റി അവിടെ പറയുകയാണ്, കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. ആമേൻ. ഇവിടെ ആരെങ്കിലും കർഷകരായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു കർഷകൻ്റെ മകനാണ്. ആമേൻ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അവരൊരു കൃഷി ചെയ്തതിന് ശേഷം മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, ഒരു ഫലം കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഭവനത്തിലോട്ട് കയറിപ്പോകുന്നത് വയൽ കഴിഞ്ഞാണ് കയറിപ്പോകുന്നത്. അപ്പോൾ വയലിൽ നട്ടത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എൻ്റെ പേരൻസ് നോക്കാറുണ്ട്, എന്തെങ്കിലും മുളച്ച് വരുന്നുണ്ടോ, ഇതിനെന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന്. കർഷകൻ എന്ത് ചെയ്യുക? കാത്തിരിക്കുക. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നതാണ്, കൃഷിക്കാരൻ നടുന്ന ദിവസം എന്ത് ചെയ്യത്തില്ല? ഫലം കിട്ടത്തില്ല. പ്രിയ ദൈവമക്കളെ, ഇന്നൊരു ദൂതായിട്ട് എടുത്തു, നിങ്ങൾ നട്ടത് ഒരിക്കലും അത് വൃഥാവായി പോകത്തില്ല. തക്ക സമയത്ത് ദൈവം അതിന് ഫലം തരും. ഹല്ലേലൂയ. എന്താണ് നമുക്ക് വേണ്ടത്? ദീർഘക്ഷമയാണ്. ഹല്ലേലൂയ. ഈ തമിഴ് സർവീസിലൊക്കെ കർത്താവിൻ്റെ ദാസൻ ജെറിൻ വചനത്തിലൂടെ പറയുമ്പോഴൊക്കെ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞു, കുറച്ച് ആൾക്കാർ മാത്രമേ ഈവനിങ്ങിലുള്ളായിരുന്നു. ഹല്ലേലൂയ. ആള് കുറഞ്ഞാലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കറിയാം, നമ്മൾ ഈ നടുന്ന വിത്തുകളൊന്നും ഫലമില്ലാതെ പോകത്തില്ല. തക്ക സമയത്ത് ദൈവം അതിന് വിളവ് തരും. ആമേൻ. അപ്പോൾ കൃഷിക്കാരൻ എന്താണ് ചെയ്യുന്നത്? താൻ നടുന്ന ദിവസം ഫലം കിട്ടാത്തത് കൊണ്ട് എന്ത് ചെയ്യുക? അവൻ അനേക നാളുകൾ സഹിഷ്ണുതയോടെ കാത്തിരിക്കണം. പ്രിയ ദൈവമക്കളെ, സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ, കർത്താവിൻ്റെ രാജ്യത്തിൽ നമ്മൾ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ക്വാളിറ്റിയാണ് സഹിഷ്ണുത, അല്ലെങ്കിൽ സ്റ്റെഡ് ഫാസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് പിന്നെ അവിടെ നമ്മൾ കാണുന്നത്, അവിടെ 2 കാര്യമാണ് കർഷകൻ ആഗ്രഹിക്കുന്നത്. അതിനെന്ത് വേണം? ആദ്യത്തിൽ അതിന് പിന്മഴയുണ്ടാകണം. ഹല്ലേലൂയ. പിന്നെ മുളച്ചു കഴിഞ്ഞും അതിന് അവർ 2 മഴയുടെ അവസ്ഥയാണ് അവിടെ കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, കർഷകനെ പോലെ അവിടെ യാക്കോബ് പറഞ്ഞ ആ ഉദാഹരണത്തിൽ കർഷകൻ്റെ പേരെടുത്ത് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. ആമേൻ. അങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നത്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ. കർഷകനെ പോലെ നമ്മളും എങ്ങനെയുള്ളവരായിരിക്കണം? ദീർഘക്ഷമയുള്ളവരായിരിക്കണം. അത് കഴിഞ്ഞാൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത്, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മൾ അസ്ഥിരരാണ്. നമുക്ക് സ്ഥിരതയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നവൻ സ്ഥിരതയില്ലാത്തവൻ തൻ്റെ വഴിയിലെല്ലാം
അസ്ഥിരനായി മാറും. ആമേൻ. അവൻ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണത്തില്ല. നമുക്ക് ചർച്ചിൽ വരുമ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കും, ആ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി എല്ലാം മറക്കും. അങ്ങനെ ആയാൽ ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തില്ല. ഇത് ആരോടാണ് ഈ വാക്കുകൾ പറയുന്നത്? ചിതറിപ്പോയ ജനത്തോടാ, കഷ്ടതയിലായിരിക്കുന്നോടാ. എൻ്റെ വചനം കേൾക്കുന്നത് നിങ്ങളും ഞാനും ഒന്നും വലിയ കഷ്ടതയിലൂടെ ഒന്നും അല്ല. എന്നാൽ കഷ്ടതയിലൂടെ ആയിരിക്കുന്ന ജനത്തോട് യാക്കോബ് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ. ആമേൻ. കാരണം എന്തെന്നറിയാമോ? കർത്താവ് നമുക്ക് വേണ്ടി വലുതായിട്ടൊന്നും കരുതിയിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഓരോരുത്തരുടെ നേരെ ഒരുവൻ ഞെരുങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. ഹല്ലേലൂയ. 3-ാമത്തെ കാര്യം പറയുകയാണ്, നിങ്ങൾ പ്രതിസന്ധിയിലാണ്, നിങ്ങൾ കഷ്ടതയിലാണ്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യരുത്? നിങ്ങൾ വഴക്കുണ്ടാക്കരുത്, അല്ലെങ്കിൽ അന്യോന്യം നിങ്ങൾ പിറുപിറുക്കരുത്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ന്യായാധിപതി എവിടെ നിൽക്കുന്നത്? വാതിൽക്കൽ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ മനസ്സിലാക്കണം, നമ്മൾ ദൈവമക്കളാന്നും പറഞ്ഞിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മൾ ശിക്ഷയ്ക്ക് യോഗ്യരായുള്ളവരെ നമ്മൾ ഓർത്തിരിക്കണം. ന്യായാധിപതി എവിടാ നിൽക്കുന്നത്? വാതിൽക്കലാ നിൽക്കുന്നത്. നീ ചിന്തിക്കും, എന്നെ കാണുന്നവരാരുമില്ല, എൻ്റെ ഡാഡി അറിയത്തില്ല, എൻ്റെ പാസ്റ്റർ അറിയത്തില്ല. എന്നാൽ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ വിശ്വാസഗോളത്തിൽ പലപ്പോഴും പലരുടെയും അവസ്ഥ ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇന്നത്തെ 10-30 വർഷം മുന്നേക്ക് പിതാക്കന്മാരുടെ വിശുദ്ധി കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നിന്ന് കളങ്കമായിട്ടുള്ളത് ഒന്നും ഒരാൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ കാലത്ത് ഓരോ വ്യക്തികളെ പറ്റിയും അവരുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ എടുത്ത് കാണിക്കുമ്പോൾ നമ്മൾ ലജ്ജിതരായി മാറുകയാണ്. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. അതാണ് യാക്കോബ് പറയുന്നത്, ന്യായാധിപതി വാതിൽക്ക് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ എപ്പോഴും എന്തുകൊണ്ടായിരിക്കണം? നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം. ആമേൻ. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്ന, സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരും കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളും. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മാത്രമല്ല, സാക്ഷികളുടെ ഒരു സമൂഹം നമ്മുടെ മധ്യേ ഉണ്ട്. അതാണ് ഇവിടെ എടുത്ത് യാക്കോബ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? അവരെല്ലാം ഈ മാർഗത്തിലേക്ക് വന്നത് കഷ്ടതയിലൂടെ. ഇന്നത്തെ ക്രിസ്തീയ ഗോളത്തിൽ വിളിച്ചു പറയുന്നത് ചർച്ചിലേക്ക് വന്ന കഷ്ടതയില്ലെന്നാ. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, ഇതിലേക്ക് വന്നാൽ കഷ്ടതയേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ആ കഷ്ടതയിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം, ഇതിനും അപ്പുറമായ ഒരു ജീവിതമുണ്ടെന്നേ. ഉടകനാധികര ജനകരകന പ്രൗഢരാധികര അടകനാധികരക ജനകരകന പ്രൗഢരാധികരം. ഈ ചിലരൊക്കെ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് എന്തോ? തീരുമാനമെടുക്കും. അവർ തീരുമാനമെടുക്കുന്നത് ഒരു സൗഖ്യത്തിന് വേണ്ടിയാണ്. അവർ തീരുമാനമെടുക്കുന്നത് ഹല്ലേലൂയ ഭൗതികമായിട്ടുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ അത് സംഭവിക്കാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ദൈവത്തെ മറന്നു പോകും. ഹല്ലേലൂയ. അപ്പോൾ ഈ പീഡനയിലൂടെ കടന്നു പോകുന്ന, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അവരോട് പറയുകയാണ് യാക്കോബ്, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ മാത്രമല്ല, അനേക വിശുദ്ധന്മാർ, അനേക പ്രവാചകന്മാർ ഈ വഴിയിലൂടെ കടന്നു പോയതാ. അവരെ പറ്റി നമ്മൾ ഇന്ന് പ്രസംഗിക്കുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അവർ ദൈവത്തിന് വേണ്ടി വിശ്വസ്തരായിരുന്നു. അടകനാധികര ജനകരകര പ്രൗഢരാധികര. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിന് വേണ്ടി നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. ആമേൻ. അപ്പോഴവിടെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, പ്രവാചകന്മാരും നമ്മുടെ മുമ്പേ സഹിഷ്ണുതയുടെ മുമ്പാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, സഹിഷ്ണുത നമുക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്? കഷ്ടതയ്ക്ക് ശേഷമാണ്. ആമേൻ. കഷ്ടത സഹിക്കാതെ നമുക്ക് സഹിഷ്ണുത ഉണ്ടാവുമോ? നിങ്ങൾ പറയാമോ? ഉണ്ടാവുമോ? ഇല്ല. നമ്മൾ കഷ്ടത സഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവൂ? സഹിഷ്ണുത ഉണ്ടാവൂ. നിങ്ങൾ റോമാലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാനൊന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം, ഹല്ലേലൂയ, അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ, ആമേൻ, ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അതിൻ്റെ 3-ാം വാക്യം അവിടെ പറയുകയാണ്, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കൂ എന്ന് അറിഞ്ഞു. ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സഹിക്കുവാനുള്ള, ഹല്ലേലൂയ, നമ്മൾ ആ ലൈഫിലൂടെ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. അവിടെ പറയുന്നത് കഷ്ടത എന്ന് പറഞ്ഞാൽ എന്താണ്? സഫറിങ്.
സഹിഷ്ണുത എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ്യൂറൻസ്, സിദ്ധത. അത് ഇംഗ്ലീഷിൽ പറയാൻ എന്താണ്? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പിറുപിറുക്കാതെ നമ്മൾ ആ ദൈവത്തിൽ വിശ്വസിച്ച് ആ കഷ്ടത അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സഹിഷ്ണുതയെ പറ്റി പഠിക്കാൻ പറ്റും. എൻഡ്യൂറൻസ്. ആ സഹിഷ്ണുതയിൽ നമ്മൾ ആയിരുന്നാൽ നമ്മൾ സിദ്ധന്മാരായി മാറും. കാരണം നമ്മുടെ ക്യാരക്ടറിന് വ്യത്യാസമുണ്ടാകും, നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും. സ്വഭാവത്തിന് മാറ്റമുണ്ടായാലുണ്ടല്ലോ പ്രത്യാശ ഉണ്ടാവും. ബൈബിളിൽ പഠിക്കുമ്പോൾ ഏറ്റവും അധികം കഷ്ടതയിലൂടെ കടന്നുപോയി ഇവിടെ ആ യോബിനെ പറ്റി എഴുതിയിട്ടുണ്ട്. യോബ് കടന്നുപോയ കഷ്ടതയിലൂടെ കടന്നുപോയവരാരുമില്ല, അല്ലേ? യോബിൻ്റെ കഷ്ടത ദൈവം പെർമിറ്റ് ചെയ്തിട്ട് സംഭവിച്ചതാണ്, അല്ലേ? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്. ദൈവമക്കളെ, നിങ്ങൾ വിശുദ്ധനായാൽ, ഇന്ന് പ്രഭാതത്തിൽ പലരും പറയാറുണ്ട്, യോ ഇത്രയും വിശുദ്ധനാ കളിയാക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ തീർച്ചയായിട്ടും വിശുദ്ധനാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നൊരു പെർമിഷൻ ഇല്ലാതെ നിങ്ങളെ ആർക്കും തൊടാൻ കഴിയത്തില്ല. ആമേൻ. അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹല്ലേലൂയ യോബിനെ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ യോബ് ഒരു വാക്കുകൊണ്ട് പോലും എന്ത് ചെയ്തില്ല? ദൈവത്തിൻ്റെ നാമത്തിനെതിരെ പറഞ്ഞില്ല, ദൈവത്തിനെതിരെ പിറുപിറുത്തില്ല. തൻ്റെ ജീവിതത്തിൽ കഷ്ടം തനിക്ക് അനുഭവിക്കാൻ വയ്യാതെ വന്നപ്പോൾ തൻ്റെ ജനന ദിവസത്തെ താൻ ചിന്തിച്ചു, അയ്യോ എന്തുകൊണ്ട് ഞാൻ ജനിച്ചു? എന്നാൽ ഒരു വാക്കുകൊണ്ട് പോലും താൻ ദൈവത്തിൻ്റെ നാമത്തിനെതിരെ സംസാരിച്ചില്ല. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമുള്ളത്. ഹല്ലേലൂയ. നമ്മൾ മുന്നോട്ട് അവിടെ നമുക്ക് കാണുവാൻ വേണ്ടും കഴിയുന്നത്, ഹല്ലേലൂയ, യോബിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി വന്ന തൻ്റെ കൂട്ടുകാർ അവരെ ആശ്വാസ വാക്കുകൾ കൊണ്ട് വന്നവരാ. പക്ഷേ അവർ ആശ്വാസ വാക്കുകളല്ല അവിടെ പറഞ്ഞത്. ആ വാക്കുകൾ കേട്ടിട്ട് ഹല്ലേലൂയ കഷ്ടതയിലായിരുന്ന യോബ് അവരെ പറ്റി പറയുന്നത്, നിങ്ങൾ പൊട്ട വൈദ്യന്മാർ, യു ആർ എ ഹല്ലേലൂയ വർത്ത്ലെസ് ഫിസിഷ്യൻ. ആമേൻ. ഇന്നത്തെ കാലത്ത് ഒത്തിരി പൊട്ട വൈദ്യന്മാരുണ്ട്, അല്ലേ? പൊട്ട വൈദ്യൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞങ്ങളുടെ അവിടെ ഒരു കമ്പൗണ്ടർ ഉണ്ടായിരുന്നു. തനിക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും അറിയാം, ഓപ്പറേഷൻ വരെ ചെയ്യും. ഞാൻ കേട്ടതാണ്, ഇനി എത്ര കറക്റ്റാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ എൻ്റെ എവിഡൻസ് ഒന്നുമില്ല. ഓപ്പറേഷൻ മുറിയിൽ കയറി താൻ ഓപ്പറേഷൻ വരെ സ്റ്റാർട്ട് ചെയ്തെന്നാണ് ഞാൻ കേട്ടത്. അത് പൊട്ടവൈദ്യനല്ലേ എന്ന് വെച്ചാൽ ഞാനിപ്പം എന്ന് വെച്ചാൽ പഠിക്കാതെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ തിയററ്റിക്കലായ നോളജ് ഇല്ലാതെ കണ്ടുപഠിച്ചവർ, അല്ലേ? അങ്ങനെയുള്ളടത്ത് ഇപ്പം നമ്മളൊരാൾ പറയാം, ഞാൻ പറയാം ഞാൻ MBBS ആണ്, ഞാനൊരു ഡോക്ടർ. ഇപ്പം എൻ്റെ വൈഫ് നേഴ്സാണ്. അവൾ പറയാം ഞാൻ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കിടന്നു കൊടുക്കും ഓപ്പറേഷൻ ചെയ്യാൻ? ഒരിക്കലും കൊടുക്കത്തില്ല. ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ യോബിനെ ശുശ്രൂഷിക്കാൻ വന്നവരാ. തൻ്റെ സ്നേഹിതൻ്റെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് അവിടെ നമ്മൾ വായിക്കുമ്പോൾ അവർ 3-4 ദിവസത്തേക്ക് തൻ്റെ അടുത്തേക്ക് പോലും പോയില്ല. അത്രയ്ക്കും പരിതാപകരമായ അവസ്ഥയിലായിരുന്നു ആര്? യോബ്. പക്ഷേ അവർ ചെന്ന് പറഞ്ഞതല്ല നിൻ്റെ കുറ്റമാ എന്നാണ്. അതാണ് പലപ്പോഴും. അതുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ സ്പിരിച്വൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്, ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമല്ല. കാണുന്നവരുടെ എല്ലായിടവും പോയി ട്രീറ്റ്മെൻറ്റിന് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റും. ആമേൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മൾ വളരെയധികം മനസ്സിലാക്കണം. കാരണം എങ്ങനെയെങ്കിലും ആരെങ്കിലും തെറ്റിക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് യോബിനെ പോലെ, അതാണ് അവിടെ വചനത്തിൽ വായിക്കുന്നത്, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പറക. 11-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. എന്തായിരുന്നു യോബിൻ്റെ അവസാനം? യോബിന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടി. എത്ര മടങ്ങ് കിട്ടി? 2 മടങ്ങല്ലേ? അതിൽ കൂടുതൽ കിട്ടി. അവിടെ നമ്മൾ യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, യോബിന് എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം എന്ത് ചെയ്തു? ദൈവം തനിക്ക് തിരികെ കൊടുത്തു. അവിടെ കാണുന്നത് 42-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വരുമ്പോൾ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്കറിയാം യോബിൻ്റെ ജീവിതത്തിൽ സ്നേഹിതന്മാർ തന്നെ സ്നേഹിച്ചെങ്കിലും തനിക്ക് വലിയ പ്രശ്നത്തിലേക്ക് തന്നെ കൊണ്ടെടുത്തി. എന്നാൽ യോബ് തൻ്റെ സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ തൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. അതാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ട യാക്കോബ് എന്താ പറയുന്നത്? യോബിൻ്റെ
കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ദൈവാത്മാവിൽ ഞാൻ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ അവസ്ഥ എന്നും ഒരേ രീതിയിലായിരിക്കത്തില്ല. ദൈവം അതിന് മാറ്റമുണ്ടാക്കും. ദൈവം വിശ്വസ്തനാണ്. ചില കാലഘട്ടങ്ങളിൽ, ചില സിറ്റുവേഷനിൽ നിങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ പിറുപിറുക്കാതെ യോബിനെ പോലെ വിശ്വസ്തരായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവപ്രവൃത്തി കാണുമെന്നേ. ഹല്ലേലൂയ. അതാണ് എൻഡ്യൂറൻസ്. ആമേൻ. സഹിഷ്ണുത. ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം നമുക്ക് ആവശ്യം സഹിഷ്ണുതയാണ്. കർത്താവദാസൻ UPയെ പറ്റി പറഞ്ഞു. ഉത്തർപ്രദേശിലേക്ക് ഒന്ന് ചെല്ലണം ദൈവമക്കളെ. നമുക്ക് ആരാധിക്കുവാൻ മടിയാണ്. ഹല്ലേലൂയ. അവരൊരു ആരാധനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വളരെ ശബ്ദമുയർത്തി അവർക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. അവരാരാധിച്ചാൽ എന്തു ചെയ്യും? അവിടെ അതിനെതിരെ അല്ലെങ്കിൽ സുവിശേഷ വിരോധികൾ വന്നവരെ തടസ്സപ്പെടുത്തും. എന്നാൽ അവരുടെ ആരാധനയ്ക്ക് കുറവ് വന്നിട്ടില്ല. അവർ യേശുവിൽ വിശ്വസിക്കുന്നേ. പഞ്ചാബിൽ എന്തുകൊണ്ട് അത്ഭുതം നടക്കുന്നു? കേരളത്തിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല? വിശ്വാസമില്ലെന്നേ. ആമേൻ. കർത്താവ് അത് ഇന്നും പ്രവർത്തിപ്പാൻ സമർത്ഥന. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? സഹിഷ്ണുതയാണ്. നമുക്ക് സഹിഷ്ണുത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ എല്ലാ സിറ്റുവേഷനെയും ഓവർകം ചെയ്യുവാൻ കഴിയും. അവൻ അദർശനായി ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. യോബിനെ പറ്റി അതാണ് പറയുന്നത്. അവൻ എന്ത് ചെയ്തു? അദർശനായി ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. യോബിൻ്റെ മനസ്സിലൊരു തീരുമാനം താൻ എടുത്തു. താൻ കടന്നു പോകുന്ന പ്രതിസന്ധി, ഹല്ലേലൂയ, താൻ കടന്നു പോകുന്ന തൻ്റെ സഹിഷ്ണുത തന്നെ എന്തേക്ക് ഒരു വലിയ വിജയത്തിലേക്ക് നടത്തി. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ മാധ്യമത്തിലൂടെ ഞങ്ങളെ കേൾക്കുന്നവരോട്, ഹല്ലേലൂയ, ഈ സഭയിലായിരിക്കുന്ന ദൈവമക്കളോട്, ഈ സുവിശേഷം നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഹല്ലേലൂയ. ഇടുക്കവാതിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ. എന്നാൽ ഈ ഇടുക്കവാതിൽ ചെന്ന് അവസാനിക്കുന്നത് ഒരു വിശാല വഴിയിലേക്ക്. ഹല്ലേലൂയ. ഈ ലോകം വിശാലതയിലൂടെ പോയിട്ട് ഇടുക്കിലേക്ക് പോകുമ്പോൾ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ ഈ ഇടുക്ക വഴിയിലൂടെ ഒരു വലിയ വഴിയിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കഷ്ടതയിൽ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ അതിനുവേണ്ട സഹിഷ്ണുത എനിക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നിരിക്കുന്നു. ആമേൻ.